ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദയാ സുജിത്ത് ആൻഡ് മഞ്ജു പിള്ള ഇവരാണ് നമ്മുടെ ടോപ്പിക്ക്. ഇന്ന് വളരെയധികം രസകരമായിട്ടുള്ള ഒരു വീഡിയോ ദയാ സുജിത്തിന്റെ ചാനലിനകത്ത് ഞാൻ കണ്ടു. ദയാ സുജിത്തും മഞ്ജു പിള്ളയും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്ന ഒരു വ്ലോഗാണ്. സോ ആ ഒരു വീഡിയോ ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ച് മണ്ണ് കപ്പി. കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ നാട്ടിലുള്ള കുലസ്ത്രീകളെ വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഇട്ട് ഉടുത്തെടുത്തിരിക്കുകയാണ്. സോ നമുക്കെന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഒരാളെ പരിചയപ്പെടുത്തിയോട്ടെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സർപ്രൈസ്. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുംബൈയിലേക്ക് വന്ന്? നിന്റെ പ്ലേ ഇല്ലേ? നിന്റെ പ്ലേ കാണാൻ വന്നത് അതോ എന്നെ എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണ്? അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രല്ല, കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ, കാലിത്തീറ്റ, മറ്റേ പഴങ്കഞ്ഞി, മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിൽ പിടിച്ച് കെട്ടിയിടും. സോ ഞാൻ കഴിച്ചു കഴിഞ്ഞു, അമ്മയും കഴിച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാ അമ്മ പോകുന്നത്? നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മ? നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളിനി ഷോപ്പിങ്ങിന് വേണ്ടി എന്ത് ചെയ്താലും കയറിന്റെ അറ്റം എന്റെ കയറ് വെട്ടി കളയില്ല കാര്യം. നമ്മൾ കയറിന് വേണ്ടി കയറ് ബാഗ് വരെ എന്റെ അമ്മ എടുത്തിട്ടുണ്ട് കയറിന് വേണ്ടി. പക്ഷെ ഈ ഒരു വീഡിയോക്കകത്ത് ഉടനീളം ഈ കയർ എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദയാ സുജിത്തും അത് കണക്ക് മഞ്ജു പിള്ളയും. ശരിക്കും പറഞ്ഞാൽ അൺലിമിറ്റഡ് ഊക്ക് അത് തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള സോക്കോൾഡ് കുലസ്ത്രീകളെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു വ്ലോഗിനകത്തൂടെ ഇവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാസ്റ്റിക് ആയിട്ട് തങ്ങളെ വിമർശിച്ചവർക്കുള്ള ഒരു മറുപടി ദയാ സുജിത്തും മഞ്ജു പിള്ളയും നൽകുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. ബാക്കി കൂടെ നമുക്ക് കാണാം. അതെ അതെ, നമ്മൾ വലിയ കളികൾ മാത്രം. ഏത് നമുക്കൊരു ഔട്ട്ഫിറ്റ് ചെക്ക് നടത്താം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അമ്മന്റെ അനിയത്തിയെ പോലെ ഇരിക്കുന്നതാണ്. ഹലോ, ഒരു കൊച്ചന്നിട്ട് ഞാനായിട്ട് പോയിടും പറഞ്ഞത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ അമ്മയും അമ്മ എന്തുകൊണ്ടാണ് എന്റെ അമ്മ എല്ലാവരും അനീതി എന്ന് വിളിക്കുന്നത്. കാണിച്ചു തരാം. എന്റെ അമ്മ പാവാടയൊക്കെ കൊടുത്തുകൊണ്ടാണ് മുംബൈയിൽ ഇറങ്ങണത്. മാത്രമല്ല, ഞാൻ കേരളത്തിലും. പക്ഷെ ചുമ്മാ അല്ല ആൾക്കാർ അനീതി. ഇപ്പൊ ശരിക്കും അമ്മ എന്റെ അനീതി പോലെയാ. കുറച്ച് എന്നെ മകളെന്ന് പറയും. ഇല്ലടി അത്രയും. അമ്മ ഇനി അമ്മേനെ കയറിടേണ്ടി വരും. ഇനി അമ്മേനെ കയറിടണം. അമ്മ സ്കേർട്ട് ഇട്ടു. സോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഈ നമ്മുടെ നാട്ടിലുള്ള സോക്കോൾഡ് കുലസ്ത്രീകളെ ഇവര് വധിച്ചു വിടുകയാണ്. ഈ ഒരു വീഡിയോ പുറത്തു വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയും വേണ്ടി വന്ന മഞ്ജു പിള്ളയുടെ ഡ്രസ്സിങ് കണ്ടില്ലേ, ഈ പ്രായത്തിൽ ഇങ്ങനെ കൊച്ചു പിള്ളേരിടുന്ന പാവാടയും മറ്റു കാര്യങ്ങൾ കിട്ടുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മോള് നന്നാവുന്നതെന്ന് ചോദ്യം വരുമെന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന ദയാ സുജിത്തിനും മഞ്ജു പിള്ളയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അങ്ങനെ ചോദ്യം ഉന്നയിച്ച് വരാൻ സാധ്യതയുള്ള ആളുകളെ പച്ചയ്ക്ക് ഊക്കി വിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെ വീഡിയോ കാണാണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നത് തന്നെ. അമ്മ എന്താ ചെയ്യാനുള്ള? കയറ് മേടിക്കണം അമ്മ. മേക്കപ്പ് ഇന്ന് പൊളിച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ചു. കുളിച്ചു. കയ്യടികൾ. ഏതോ പരാതി ഉണ്ടായിരുന്നു. എന്റെ വീഡിയോക്ക് ഒരു അങ്ങരക്കണ്ട മണക്കാവും എന്റെ വായിക്കാതെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ ഇവർക്കറിയാം ഇപ്പൊ ഞാൻ വലിയ ചൊല്ലി. സോ ഇതിനകത്തൊരു കോമഡി ഉണ്ട്. നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്യാണ്ട് വന്നിരിക്കുന്ന സമയത്ത് പല്ല് തേക്കാത്തവൻ, കുളിക്കാത്തവൻ, അങ്ങനെയുള്ള ധാരാളം കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും തന്നെ അങ്ങനെയാണോ യാഥാർത്ഥ്യം എന്ന് അറിയത്തില്ല. ചുമ്മാ ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് ഇവരെല്ലാവരും വന്ന് ഈ കമന്റുകൾ ഇടുന്നത്. ഞാൻ പലപ്പോഴും തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഈ ചകിരി പോലെ ഇരിക്കും. കണ്ടാൽ കുളിച്ചതാണെന്ന് പോലും പറയത്തില്ല. അത് കണ്ടുകൊണ്ട് നാളെ ഒരുത്തം വന്നിച്ച് നീ കുളിക്കാതെ നനയ്ക്കാതെ കട വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നാ പറയാൻ പറ്റും? അത് തന്നെയാണ് ഇവരും ചോദിക്കുന്നത്. നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ അവതരിപ്പിക്കുന്ന വ്യക്തി അയാള് ഈ പറയുന്ന കുളിയും നനയില്ലാത്ത ആളാണെന്ന് നിങ്ങൾ എങ്ങനെ മുൻവിധിയോടെ കണക്കാക്കും? ആ ഒരു ചോദ്യം ന്യായമാണ്.
ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായുള്ളൂ എൻ്റെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമില്ല, എനിക്ക് ഈ ഉറക്കം കിട്ടാത്തതുകൊണ്ട് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എണ്ണ ഡോക്ടർ തന്നിട്ടുണ്ട്. അതും ഒരു പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ തലയിൽ തേക്കുന്നത്. അത് തേച്ചാലേ എനിക്ക് ഉറക്കം കിട്ടത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഞാൻ ഉറങ്ങുമ്പോൾ ഒരു വെളുപ്പിനെ 1 മണി 2 മണിയൊക്കെ ആവും. അത്രത്തോളം വൈകിയാണ് എനിക്ക് ഉറക്കം വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ മുടിയിൽ അല്പമെങ്കിലും ഓയിലി ഫീൽ ഉള്ളത്. അല്ലാത്തപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് നോക്കിയാൽ മതി, മൊത്തം ചകിരിനാര് പോലെ ഇരിക്കും എൻ്റെ മുടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ നേച്ചറുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കോലത്തിലല്ലായിരുന്നു കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടിരുന്നത്. ഞാൻ മുടിയും വെട്ടിയിട്ടില്ലായിരുന്നു, ഷേവിങ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനർത്ഥം ഞാൻ കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കുന്നു എന്നല്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സമയത്തല്ലേ ഞാൻ ഈ പറയുന്ന മുടി വെട്ടുക ഷേവ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഉടനെ അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പറഞ്ഞാൽ കേൾക്കും. നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ആളുകൾ നമ്മളോട് പറയുകയാണ്, നീ പോയി ഒന്ന് മുടി വെട്ട്, ഷേവ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അടുത്തത് എന്ത് ചെയ്തു? നമ്മൾ ഇന്ന് സാറയെ വന്നിട്ട് നമ്മൾ തുണികൾ മേടിക്കുകയാണ്. തുണികൾ നിന്റെ കാശ, നീ ഇഷ്ടമുള്ള ഏതോ. അയ്യോ സോറി മാതാശ്രീ ഇഷ്ടമുള്ള മേടിച്ച മാതാശ്രീ പൊളി. ഒരു അമ്മയ്ക്ക് എന്തെങ്കിലും പറയാണ്ടോ ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷനിൽ? അമ്മയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാനില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല, ഏത് രീതിയിലും പറയാം. പക്ഷെ നമ്മൾ അവസാനമായിട്ടായിരിക്കും നമ്മളിത് അഡ്രസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. സോ യാ, നമ്മൾ കൂടുതലും നല്ല എന്തായാലും ഇത് പോവല്ലേ ഗൈസ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കളർ ഗ്ലോസിന്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഭയങ്കര അഫോർഡബിൾ ആണ്. സീരിയസ്ലി ഭയങ്കര നാട്ടില് ഭയങ്കര കോൺട്രവേഴ്സി നടക്കുകയാണ്. ഫോട്ടോ സെൽഫിഷ് അതിനാണ് നിങ്ങൾ മേടിക്കാൻ ടാഗ് ആയിട്ടുണ്ടാകും കേട്ടോ. നിങ്ങൾ മേടിക്കും, അടിപൊളി സംഭവം. ഭയങ്കര അഫോർഡബിൾ, 300 എത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇത് 3000 സാധനത്തിന് ഡ്യൂപ്പാണിത്. ഫെൻഡി ബ്യൂട്ടി ഡ്യൂപ്പാണ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്ത് കണ്ടിന്യൂ. സോ ഇതിനകത്ത് ഈ പറയുന്ന ദയാസുജിത്ത് ഈ ഒരു വിഷയത്തെ കുറിച്ച് മഞ്ജു പിള്ള പ്രതികരിക്കാൻ പോകുന്ന ടൈമിൽ പോലും പല പ്രോഡക്റ്റുകളും കാണിച്ച് ഇതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകി ആ ഒരു വീഡിയോ ഇവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കേസും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അഥവാ ഇനിയിപ്പോൾ ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് വീണ്ടും ചർച്ചയായി കഴിഞ്ഞാൽ മറ്റേ വ്യക്തിക്ക് കൂടുതൽ റീച്ച് കിട്ടും, അറ്റൻഷൻ കിട്ടും എന്നുള്ള കാര്യമായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ടോപ്പിക്ക് അവോയ്ഡ് ചെയ്ത് വിടുകയാണ്. എന്നാൽ അതിനൊപ്പം നല്ല രീതിക്ക് ആ ഒരു വ്യക്തിയെ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഊക്കി നശിപ്പിച്ച് വിടുന്നുണ്ട്. നമുക്ക് വേറെ ഒരുപാട് പണിയില്ലേ. നമ്മള് എന്നെ മണിക്കൂറാണെങ്കിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയുന്നത്, എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെ എനിക്ക് അതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. നിന്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളായാലും ആരായാലും അവരവരുടെ പാഷനിൽ പോവുക. അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല, അവർക്ക് ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരുതരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടെ നിന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ, മക്കളെ സപ്പോർട്ട് ചെയ്യുക. സോ ഇനിയിപ്പം വേണമെങ്കിൽ ഇതൊരു കണ്ടന്റ് ആക്കി എടുക്കാം. എന്നെ വണ്ടി തട്ടി കൊല്ലാണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭീഷണിയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തോട് പറഞ്ഞത്. വേണ്ടി വന്നാൽ അങ്ങനെ പറയാം കേട്ടോ. അതും ഒരു കണ്ടന്റ് ആക്കി വിറ്റ് ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും ബാക്കി കൂടെ നമുക്ക് കാണാം. റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഏജ് എന്ന് പറയുമ്പോൾ വിവരമുള്ളത് 5 വയസ്സുള്ള കൊച്ചിനും ആവാം, 85 വയസ്സുള്ള അപ്പൂപ്പനും ആവാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഒരു ഞാൻ പറയുന്നില്ല ആരെന്ന്, എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഒരു ആൻറ്റി എനിക്ക് തന്നെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഇപ്പോൾ കുറേ ഫോളോവേഴ്സ് കൂടി കുറേ ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്.
ലവ് മെസ്സേജ് ലൈക്ക് ഇഷ്ടമാണ് ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ പറയാം മോളെ, ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 1 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്ന് ഇട്ട ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിന് ഡ്രസ്സ്, ഈ തമ്മനയിലുള്ള ഡ്രസ്സ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എൻ്റെ കൊച്ചുങ്ങൾ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ എങ്ങാനും I have any choice to wear any of my dresses, right? It is not affecting any other people. Then why should I, take a step back? If it affects any other people, okay, it's my mistake. But it's not affecting anyone else, പക്ഷേ ഈ അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങാനും പോവുകയാണെങ്കിൽ ഞാൻ നല്ല മാന്യമായിട്ട് പോകും എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ ആൻറ്റീനെ ഡിസ്റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോകും. ബിക്കോസ് അത്രയ്ക്ക് റെസ്പെക്റ്റോടെ കൂടെയാണ് പുള്ളിക്കാരുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ഇതിനകത്ത് ഈ ദയ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇൻബോക്സിൽ ചെന്ന് ഒരമ്മ അയച്ച മെസ്സേജിനെ കുറിച്ച് ആ അമ്മ നടത്തിയ വിമർശനത്തെ ഇവർ നല്ല രീതിക്ക് ബഹുമാനിക്കുന്നുണ്ട്. അവരോട് ഒരു തരത്തിലുള്ള പരാതിയുമില്ല. ഇതേ രീതിയിലൊരു വിമർശനം ആ ഒരു പ്രസ്തുത ബ്ലോഗർക്ക് നടത്തായിരുന്നു. പക്ഷെ അതിന് പകരം ഈ പെൺകുട്ടിയോട് പറഞ്ഞത് യാതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ അവരെ വലിച്ച് ഒട്ടിച്ച് ഏറി കയറ്റിയത്. കുറച്ചധികം കുലസ്ത്രീകൾ കൂടെ നിന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ തലമുറയുടെ പൾസ് അറിയാണ്ട് നിങ്ങൾ പഠിക്കണം. അത് പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുവാണ്ട് താല്പര്യമില്ലെങ്കിൽ ഈ ഫോണും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ കയറി കഥ കടച്ചിരിക്കുക. അതുകൊണ്ട് വീട്ടിലുള്ളവരോട് പറയാം, സമയാസമയം എൻ്റെ ഭക്ഷണം എനിക്ക് അകത്തോട്ട് തന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്തോളാം. അതാണ് ഏറ്റവും നല്ലത്. ഒരു മോഡലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് നാളെ പോലെ തെറി വിളിക്കാനാണെങ്കിൽ ഐശ്വര്യ റായ്, മനൂഷി ചില്ലാർ, കാളിദാസ് ജയറാമിന്റെ വൈഫായിട്ടുള്ള പെൺകുട്ടി, അങ്ങനെ എത്രയെത്ര പേര് നിങ്ങൾ നേരം വെളുത്ത വയ്യോളം തെറി വിളിക്കണം. ഈ ഒരു വിഷയം തന്നെ എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-25 കൊല്ലം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ ഇത്തരത്തിൽ മോഡൽസ് എന്ന് തെറി പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാം. അതൊന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. സോഷ്യൽ തമ്പനെയിലിന്റെ പോലെ അല്ല ഇപ്പോഴത്തെ തമ്പനെയിൽ, എനിക്കറിയാം. ബാക്കി എല്ലാവരും എൻ്റെ ഈ പിക്ചർ വെച്ച് തമ്പനെയിൽ കൂടെ കാശുണ്ടാക്കുന്നുണ്ട്. വൈ നോട്ട് ഞാനും എൻ്റെ പിക്ചർ ഇട്ടിട്ട് തമ്പനെയിൽ കാശുണ്ടാക്കുന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ തമ്പനെയിൽ ക്ലിക്ക് ബീറ്റ് പോലെ ഞാൻ എന്ത് ചെയ്തു, മനസ്സിലായോ? സ്മാർട്ട്. അവർ മാത്രമല്ല, ഞാനും സ്മാർട്ടാണ്. പക്ഷെ ലേറ്റ് ആയിട്ടാണ്. ഒരു വലിയൊരു സങ്കടം ന്യൂസായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അമ്മയും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടൊരു സാധനം കിട്ടിയില്ല. സോ വി ആർ ആക്ച്വലി വെരി സാഡ് അബൌട്ട് ഇറ്റ്. അത് വേണമെന്നറിയില്ല. അവിടുന്ന് ആക്ച്വലി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഐ എം ആക്ച്വലി വെരി സാഡ്. ജെന്യൂൻ ആയിട്ട് ഞാൻ പറയാം, ഭയങ്കര സാഡാണ് ഞാൻ. ഐ മീൻ ഇങ്ങനെ അത് അഫക്റ്റ് ഞാൻ വിചാരിച്ചില്ല. അമ്മയ്ക്ക് എന്ത് പറയാനുണ്ടോ? അമ്മയ്ക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് കൈ മതി, വേണ്ട. സോ കയറ് കിട്ടിയില്ല. കേരളത്തിലെ കയറ് കിട്ടാഞ്ഞിട്ട് എനിക്ക് കേരളത്തിലെ കയറും ബോംബെയിലെ കയറും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ബോംബെ കയർ ഇത്രേ ഉള്ളൂ. ഇപ്പൊ കയറ് മേടിക്കണം, നമ്മള് പശുവിനെ കെട്ടണ കയറ് മേടിക്കണ്ട. അപ്പൊ ജനുവലി സാർ തലയൊക്കെ ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നു കയറ് കിട്ടാത്തോണ്ട്. എന്തു കയറോ? കയറ് കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സൈബർ അധിക്ഷേപങ്ങൾ നേരിടുന്ന പെൺകുട്ടികളോടാണ്. കുറെ നായ്ക്കൾ കിടന്ന് കുരയ്ക്കും, അത് നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കുക. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഈ പെയ്ഡ് ലൈവുകളും സബ്സ്ക്രിപ്ഷനും തുണി അഴിച്ച് കാണിക്കുന്നവന്മാരുടെ കാര്യമല്ല പറഞ്ഞത്. അല്ലാതെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ മോഡലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ നിങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വരുമ്പോൾ ഓടാവില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഓക്കെ, ബൈ.